കാമന ഭാഗം 9 എഴുതിയത് സൂര്യകാന്തി. ശ്രീധരൻ വീണുപോകും മുൻപേ തന്നെ വീടും സ്ഥലവുമൊക്കെ ബാങ്കിൽ പണയത്തിലായിരുന്നു. അറിയാത്ത ബിസിനസ്സുകളിൽ കൊണ്ടുപോയി ചാടിച്ചും ശുദ്ധഗതിക്കാരനായ അയാളെ പറ്റിച്ചും വെൺമാടത്തിലെ സ്വത്തിന്റെ പാതിയിലധികവും സ്വന്തമാക്കിയത് ഇന്ദിരയുടെ സഹോദരന്മാരാണ്. എന്നാലും ഇന്ദിരയ്ക്കിപ്പോഴും ഉള്ളുകൊണ്ട് കൂറ് സ്വന്തം വീട്ടുകാരോട് തന്നെയാണ്. സ്ട്രോക്ക് വന്ന് തളർന്നു പോയപ്പോൾ അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പണ്ടത്തെ വെൺമാടത്തെ കാര്യസ്ഥനും ഇപ്പോഴത്തെ പുത്തൻ പണക്കാരനുമായ കൃഷ്ണപ്പണിക്കരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത്. അയാളുടെ അച്ഛനപ്പൂപ്പന്മാരുൾപ്പെടെ കാലങ്ങളായി വെൺമാടത്തിലെ കാര്യസ്ഥന്മാരായിരുന്നുവെങ്കിലും കൃഷ്ണപ്പണിക്കരുടെ മക്കളിലൂടെ അതിന് മാറ്റം വന്നു. അയാളുടെ മക്കളിൽ 2 പേര് വിദേശത്താണ്. ഏറ്റവും ഇളയവൻ ഇവിടെ ഡോക്ടറായി ജോലി ചെയ്യുന്നു. 2 പെൺമക്കളെയും കെട്ടിച്ചയച്ചിരിക്കുന്നതും കാശുള്ളയിടത്തേക്ക് തന്നെയാണ്. വെൺമാടത്തിലെ ശ്രീധരനു വേണ്ടി എത്ര കാശ് വേണമെങ്കിലും കടം കൊടുക്കാൻ കൃഷ്ണപ്പണിക്കർ തയ്യാറായിരുന്നു. ബാങ്കിലെ തിരിച്ചടവ് മുടങ്ങി ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ ആ പണം മുഴുവനും അടച്ചു തീർത്തതും പണിക്കർ തന്നെ. പകരം വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരം കൈവശം വെക്കുന്നതിനൊപ്പം ഒരു മുദ്രപത്രത്തിൽ ശ്രീധരന്റെ വിരലടയാളവും വാങ്ങിച്ചെടുത്തിരുന്നു പണിക്കർ. വീണുപോയപ്പോൾ താങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥ. അയാൾ തളർന്നു വീണതോടെ അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് എല്ലാം നശിപ്പിച്ചതല്ലേ, അനുഭവിച്ചോ എന്നും പറഞ്ഞ് അതുവരെ നിഴൽ പോലെ കൂടെ നിന്നിരുന്ന അളിയന്മാർ കൈകഴുകി. ശ്രീധരന് ആകെ ഒരു അനിയത്തിയാണുള്ളത്, വിഷ്ണുവിന്റെ അമ്മ ലത. ആളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അനിയത്തിയുടെ ഷെയറൊക്കെ ശ്രീധരൻ കൊടുത്തു തീർത്തതാണെങ്കിലും ആങ്ങളയുടെ സ്വത്തൊക്കെ ഭാര്യ വീട്ടുകാർ കൊണ്ടുപോയതോടെ ലതയ്ക്ക് ആങ്ങളയോടും കുടുംബത്തോടും പുച്ഛവും വിരോധവുമൊക്കെയായി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് സുഖാന്വേഷണത്തിന് വരും, മുറിവിൽ കുത്തിരസിക്കാൻ. ആ കുടുംബത്തിന് ആകെ ഒരു ആശ്വാസം വിഷ്ണുവായിരുന്നു. പക്ഷേ അന്ന് ജോലിയും കൂലിയും ഒന്നുമില്ലാത്തവനെ കൊണ്ട് എന്താകാൻ? അവർക്ക് ആകെയുള്ള വരുമാനമെന്ന് പറയുന്നത് പറമ്പിൽ നിന്നും കിട്ടുന്ന ആദായവും കവലയിലെ കടമുറികളിൽ നിന്നുള്ള വാടക പൈസയുമാണ്. പണിക്കരുടെ കടം കടമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് ചില്ലറയൊന്നുമല്ല താനും, 2.5 കോടിയോളം വരും. പണമായി ഇല്ലെങ്കിലും വെൺമാടത്തിലെ ആസ്തി മൊത്തത്തിലെടുത്താൽ അതിലും കൂടുതലുണ്ടാകും. നിൽക്കക്കള്ളിയില്ലാതെ വന്നാൽ എല്ലാം കൂടെ വിറ്റുപെറുക്കി കടം തീർക്കാമെന്നാണ് ശ്രീധരന്റെയും ജാനകിയുടെയും തീരുമാനം. ഇന്നേ വരെ പണിക്കർ തന്റെ പണം തിരികെ ചോദിച്ചിട്ടില്ല. മുഖം കറുപ്പിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെങ്കിലും അയാളുടെ മുൻപിൽ ചെന്നുപെടുമ്പോഴൊക്കെ ജാനിക്കൊരു ജാള്യതയാണ്. കുറച്ചായി എങ്ങനെയെങ്കിലും ആ കാശൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന ചിന്ത അച്ഛനുമുണ്ട്. ഇതെല്ലാം വിറ്റ് കടം തീർക്കാം എന്നൊരു മാനസികാവസ്ഥയിലേക്കും എത്തിയിരുന്നു ആള്. അതിനിടെ അതിന് തുല്യമായ വസ്തുവകകളൊക്കെ ശ്രീധരൻ കൊടുത്തിരുന്നുവെങ്കിലും കവലയിലെ കടമുറികൾ പാരമ്പര്യ സ്വത്തായതുകൊണ്ട് തനിക്കും അതിൽ അവകാശം വേണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ലതയും. തറവാട് കൈവിട്ടു പോകുന്നത് ശ്രീധരന് ആലോചിക്കാൻ തന്നെ പ്രയാസമാണെങ്കിലും വേറെ വഴിയില്ലെന്നത് ഉറപ്പായതുകൊണ്ട് പണിക്കരെ കണ്ട് സംസാരിക്കാനിരുന്നതുമാണ്. എന്നിട്ടിപ്പോൾ തങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ പോയി കേസ് കൊടുത്തുവെന്നൊക്കെ പറഞ്ഞാൽ ജാനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നരേന്റെ മുഖം ഓർക്കുമ്പോൾ ഇതിലെന്തോ ചതിയുണ്ടെന്ന് തന്നെ മനസ്സ് പറയുന്നു. കാര്യങ്ങൾ വ്യക്തമായി അറിയണമെങ്കിൽ അയാളെ പോയി കാണണം. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് വയ്യാത്തത് കൊണ്ട് ചെറിയൊരു ഇളവ് അനുവദിച്ചിട്ടുണ്ട് നരേൻ ചന്ദ്രശേഖർ. അച്ഛന് വരാൻ കഴിയില്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാൻ ചുമതലപ്പെട്ട ആരെയെങ്കിലും അയക്കാൻ. കാര്യങ്ങൾ സംസാരിച്ചൊരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ വഞ്ചനാകുറ്റവും ചേർത്ത് കേസ് കൊടുക്കുന്നത് കൊണ്ട് അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ലത്രേ. പറയുമ്പോൾ കണ്ണൻ കരയുന്നുണ്ട്. അവനാകെ പേടിച്ചിട്ടുണ്ട്. അച്ഛനും ആകെ തകർന്ന മട്ടിലാണ്. പണിക്കരിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. ആരോട് പറയണമെന്നോ ആരെ വിളിക്കണമെന്നോ അറിയില്ല. ബസ്സിലെ പ്രശ്നം എങ്ങനെയോ അറിഞ്ഞ് ഇന്നലെ അപ്പച്ചി വന്നിരുന്നു. താൻ ബസ്സിൽ വെച്ച് ആരുടെയോ മാല മോഷ്ടിച്ചുവെന്നും എന്നിട്ട് പോലീസ് പിടിച്ചുവെന്നുമൊക്കെയാണത്രേ നാട്ടിൽ പരന്ന കഥകൾ. സത്യമല്ലെന്ന് പറഞ്ഞിട്ടും ആള് കത്തിക്കയറുകയായിരുന്നു.
എൻ്റെ മക്കൾക്ക് കൂടെ അപമാനമായി എന്നൊക്കെ പറഞ്ഞ് കൂവി വിളിക്കുമ്പോൾ പറ്റുന്നത് പോലെയൊക്കെ അമ്മയും ചെറുത്തു നിന്നിരുന്നുവെങ്കിലും ജാനി പിന്നെ ഒരക്ഷരം മിണ്ടാൻ നിന്നില്ല. അല്ലെങ്കിലേ വിഷ്ണുവേട്ടൻ തന്നോട് അടുപ്പം കാണിക്കുന്നത് അപ്പച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ വിഷ്ണുവേട്ടനോട് വഴക്കുണ്ടാക്കുന്നത് ആള് പറഞ്ഞില്ലെങ്കിലും താൻ കൃത്യമായി അറിയാറുണ്ട്. വിഷ്ണുവേട്ടന് തങ്ങളോടുള്ള മമതയൊന്നും വിനീതിനും വേദികയ്ക്കുമില്ല. ചെറുതിലെ തന്നെ വിഷ്ണുവേട്ടൻ തങ്ങളോട് കാണിക്കുന്ന അടുപ്പത്തിന്റെ പേരിൽ ദേഷ്യവും അസൂയയും ഒക്കെ കൊണ്ട് വേദിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. തന്നെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ തെറ്റിക്കാനുള്ള വഴികൾ ആലോചിച്ചു നടക്കുന്ന മകൾക്കിപ്പോൾ അമ്മയും കൂട്ടാണ്. എല്ലാം ഓർമ്മ വന്നതും വിഷ്ണുവിനെ വിളിച്ച് വിവരമറിയിക്കാനുള്ള തീരുമാനം വേണ്ടെന്ന് വെച്ചിരുന്നു ജാനകി. വിളിച്ചു പറഞ്ഞാൽ ആള് എങ്ങനെയെങ്കിലും ലീവ് ഒപ്പിച്ച് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഇവിടെ എത്തും. വേണ്ട, അത് കഴിഞ്ഞ് അപ്പച്ചി ഇവിടെ വന്നുണ്ടാക്കുന്ന പുകിലുകൾ ഓർക്കുമ്പോൾ അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ഒറ്റയ്ക്ക് നരേന്റെ മുൻപിൽ പോകുന്നത് ആലോചിക്കുമ്പോൾ അവൾക്ക് മുട്ടിടിക്കുന്നുമുണ്ട്. ഉറക്കം അടുത്തുപോലും വരാത്ത കാളരാത്രിയായിരുന്നു ജാനകിക്ക്. സമയമേറെ കഴിഞ്ഞിട്ടും ഉറക്കമില്ലാതെ അച്ഛൻ നെഞ്ചും തിരുമ്മി ചാരുകസേരയിലിരിക്കുന്നത് കണ്ട് ജാനി നിർബന്ധിച്ച് ഉറങ്ങാൻ പറഞ്ഞു വിട്ടതാണ്. അമ്മയ്ക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമൊക്കെയുണ്ട്. പക്ഷെ ഓർമ്മ വച്ച കാലം മുതൽ അത്രയും സുഖസൗകര്യങ്ങളിൽ ജീവിച്ചയാൾക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ അതിന് കാരണക്കാരായവരെ മറന്ന് ഭർത്താവിന്റെ മേലാണ് ഇന്ദിര കുറ്റം മുഴുവനും ചുമത്തുന്നത്. സമ്പത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിലും വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഇടപെട്ടിരുന്ന, തന്നോട് സഹായം ചോദിച്ചു വരുന്നവരെ നിരാശനാക്കാത്ത അച്ഛനെയാണ് ജാനിക്ക് ഓർമ്മ. അച്ഛൻ്റെ ജീവനാണ് അമ്മയും തങ്ങളുമെന്ന് ജാനിക്കറിയാം. ഭാര്യയുടെ കൂടപ്പിറപ്പുകൾ ഇങ്ങനെ ചതിക്കുമെന്ന് കരുതി കാണില്ല. അത് തിരിച്ചറിഞ്ഞപ്പോൾ തളർന്നു വീണു പോയതാണ്. അച്ഛൻ ചെയ്ത നന്മകൾ കൊണ്ടാണ് സത്യത്തിൽ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. നാട്ടുകാരിൽ നിന്നും അത്രയും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പണിക്കരമ്മാവൻ, അയാൾ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് സങ്കല്പിക്കാൻ കൂടെ വയ്യ. ഉറങ്ങാതെ കിടക്കുമ്പോൾ നേരം വെളുക്കല്ലേ എന്ന് പോലും വെറുതെ ആഗ്രഹിച്ചു പോയിരുന്നവൾ. രാവിലെ കുറച്ചുനേരം വൈകുമെന്ന് വൈകുന്നേരം തന്നെ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു. 9 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണത്രേ പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി വരാൻ അമ്മ പറഞ്ഞത് ജാനി കേട്ടില്ലെന്ന് നടിച്ചു. ആകെ ഒരു മടുപ്പാണ്. നന്ദു അവൾ തൊട്ട് ബാക്കിയുള്ള ചന്ദനം കൊണ്ടുവന്ന നെറ്റിയിൽ വരച്ചപ്പോൾ വിലക്കിയില്ല. നന്ദു എന്ന നന്ദന 10ാം ക്ലാസ്സിലാണ്. അവളോട് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് ജാനി അമ്മയെയും കണ്ണനെയും പറഞ്ഞു വിലക്കിയിരുന്നു. പൊതുവെ ആളൊരു പേടിത്തൊണ്ടിയാണ്. കണ്ണൻ എന്ന അഥർവ് BSc കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ജാനി ഒരു കറുപ്പിൽ മജന്തയും പച്ചയും മഞ്ഞയും ചേർന്ന ബോർഡറുള്ള കോട്ടൺ സിൽക്ക് സാരിയും പച്ച ബ്ലൗസുമാണ് ഇട്ടിരുന്നത്. ചുരിദാറായിരുന്നു കോളേജിലെ സ്ഥിരം വേഷമെങ്കിലും ജോലിക്ക് പോയി തുടങ്ങിയതോടെയാണ് അമ്മയുടെ എണ്ണമറ്റ സാരികളിൽ കൈവച്ചത്. അതിൽ തന്നെ സിമ്പിളായത് മാത്രമേ ഉടുക്കാറുള്ളൂ. നനവുണങ്ങാത്ത നീണ്ട മുടി ക്രാബ് ഇട്ട് കെട്ടി. പൊട്ടൊന്നും തൊടാൻ തോന്നിയില്ല. അച്ഛനടുത്ത് ചെന്നപ്പോൾ ആ മുഖത്ത് നിറയെ ആകുലതകളാണ്. ആ മെമ്പറെ കൂടെ വിളിക്കായിരുന്നില്ലേ കുട്ടി, ഞാൻ പറഞ്ഞതല്ലേ. ജാനിയെ ഒറ്റയ്ക്ക് വിടുന്നതിലുള്ള വിഷമമാണ് ശ്രീധരന്. മെമ്പർ പ്രേമൻ ആളൊരു പരോപകാരിയാണെങ്കിലും നല്ല അസൽ കുളക്കോഴി കൂടെയാണ്. അത് സാരമില്ല അച്ഛാ, ഞാൻ പോയിട്ട് വരാം. എന്നാൽ ഞാനും കൂടെ വരാമായിരുന്നു. നടക്കാൻ തുടങ്ങിയ ജാനി തല ചെരിച്ച് അച്ഛനെ ഒന്ന് നോക്കി. അല്ല, ഒരു ഓട്ടോ വിളിച്ചാൽ? വെറുതെ ഓട്ടോയ്ക്ക് കൊടുത്ത് കാശ് കളയാൻ നിൽക്കണ്ട. അച്ഛൻ ഇവിടെ സമാധാനമായി ഇരിക്കെ. ഞാൻ പോയി വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. എനിക്ക് തോന്നുന്നത് ഇതെന്തോ തെറ്റിദ്ധാരണയാണെന്നാണ്. അതും പറഞ്ഞ് വരുത്തിക്കൂട്ടിയ ഒരു ചിരിയോടെ ജാനി പടിയിറങ്ങി പോകുന്നതും നോക്കി നെഞ്ചും തിരുമ്മി നിസ്സഹായനായിരുന്നു ആ അച്ഛൻ.
അച്ഛനോട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ജാനിയുടെ ഉള്ളിൽ നിറയെ ഭയമായിരുന്നു. അറച്ചറച്ചാണ് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തു നിന്നും ഉള്ളിലേക്ക് കയറിയതും. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണെങ്കിലും അന്ന് ഇവിടെ വന്നു കഴിഞ്ഞാണ് നരേൻ ഇവിടെയുണ്ടെന്ന് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ അയാളുടെ മുൻപിലേക്കാണ് പോകേണ്ടത്. അന്ന് അയാളുടെ പെരുമാറ്റം മാന്യമായിരുന്നുവെങ്കിലും ആ കുത്തുവാക്കുകളിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചത് തിരിച്ചറിഞ്ഞിരുന്നു. അന്വേഷിച്ചപ്പോൾ SI എത്തിയില്ലെന്നും കാത്തിരിക്കാനും പറഞ്ഞു. പുറത്തുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ ടെൻഷൻ കാരണം അവൾ കൈകൾ കൂട്ടിത്തിരുമുന്നുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികമായി കാണണം. സാറ് വന്നു. അടുത്തിരുന്ന ആരോ പറയുന്നത് കേട്ടാണ് പുറത്തു വന്നു നിർത്തിയ ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന നരേനെ അവൾ കാണുന്നത്. മുഖത്ത് വെച്ച കൂളിംഗ് ഗ്ലാസ് എടുത്തവൻ യൂണിഫോം ഷർട്ടിൽ കുത്തിവെച്ച് അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും അറിയാതെയാണ് ജാനകി എഴുന്നേറ്റ് നിന്നുപോയത്.